ഓണം സ്പെഷ്യലായിട്ട് നമുക്കൊരു നാരങ്ങ അച്ചാർ ഉണ്ടാകും. കയ്പില്ലാത്തൊരു നാരങ്ങ അച്ചാർ. അതിന് വേണ്ടി നാരങ്ങ നമുക്കിതുപോലെ കഴുകി തുടച്ച ശേഷം നാലായിട്ട് കീറിയിട്ട് ഉപ്പ് കല്ലിട്ടിട്ട് നമുക്കൊന്ന് പുരട്ടിയ ശേഷം നല്ല വെയിൽ 2 ദിവസത്തിന് നല്ല വെയിലൊന്നും കൊള്ളേണ്ട. പൊന്നു സ്കൂളിൽ പോവുക കേട്ടോ. അപ്പം വെയിലത്ത് വെച്ച് ഉണക്കെന്ന് പറഞ്ഞാൽ 2 ദിവസം ഒന്ന് വെയിൽ കൊണ്ടിച്ചെടുത്താൽ മതി. അങ്ങനെ അങ്ങ് ഡ്രൈ ആയിട്ട് പോകുമൊന്നും വേണ്ട. അതിപ്പോൾ 2 ദിവസം ഉണക്കി വെച്ചിട്ടുണ്ട്. ഉണക്കിയല്ല ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. നേരത്തേക്ക് ഉപ്പുകൾ തന്നെ ഇടണേ. നമുക്ക് ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കാന്താരിയാണ് എരിവിന് വേണ്ടി എടുത്തേക്കുന്നത്. പിന്നെ ഒരു ബൗള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം തൊലി കളഞ്ഞെല്ലാം വൃത്തിയാക്കി വെച്ചേക്കാണ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് കടുകെണ്ണയാണ്. നല്ലെണ്ണ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പം കടുകെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. കടുകെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് വറ്റൽ മുളക്, അതുപോലെ തന്നെ കറിവേപ്പില, നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കാന്താരി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു സ്പൂൺ അല്ല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഈ നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. നാരങ്ങ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1/2 കിലോ നാരങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ആ ഉപ്പ് എല്ലാം പിടിച്ച് വെച്ചാൽ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഉപ്പ് കല്ലിട്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം എല്ലാം കൂടിയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അത് തുറന്ന ശേഷം ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കായവും കൂടെ നമുക്കിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കയ്പില്ലാത്ത നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കയ്പുമില്ല. 2 ദിവസം കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വരും. ഓക്കെ.